പിന്നെ ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി മറ്റേ വിക്ടോറിയ രാജ്ഞിയൊക്കെ താമസിക്കുന്ന പാലസാണ്. ഈ പാലസിലാണ് താമസിക്കുന്നത്. രാജ്ഞി ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ, എലിസബത്ത് രാജ്ഞി ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ ഈ പാലസ് ഒരു മ്യൂസിയം കൂടെയാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ അവരെ ബ്രിട്ടീഷിൻ്റെ വെപ്പൺസ്, എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. ഈ മേലുള്ള ഈ ഫ്ലാഗ്, കറങ്ങുന്ന ഫ്ലാഗ്, ഈ ഫ്ലാഗ് ഇവിടെ ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി ഇവിടെ ഉള്ള സമയത്താണ് ഈ ഫ്ലാഗ് ഫ്ലൈറ്റ് മേലെ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഹീത്രോ എയർപോർട്ടിലായതുകൊണ്ട് മേലെ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കോട്ടെ. ഭയങ്കര രസമാണ്. ഭയങ്കരമായിട്ട് ഇവരോടുള്ള മിലിറ്റൻസൊക്കെ പിന്നെ മ്യൂസിയങ്ങളുണ്ട്. ഈ മ്യൂസിയത്തിൽ നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ ഓൾറെഡി ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഫീലായത് നമ്മളെ ഈ ഇതിൻ്റെ ഉള്ളിൽ വിജയരാജകുമാരനും താമസിക്കുന്ന സ്ഥലം, ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു വളരെ പ്രാധാന്യത്തോടു കൂടെ ഇവരെ ഡൈനിങ് ഹാളിൽ ഇവരെ ആയുധങ്ങളൊക്കെ കൂടെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഓൾറെഡി മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലൊക്കെ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ ഒക്കെ ഇതുണ്ട്. മൈസൂരിൽ നിന്ന് പറഞ്ഞ ടിപ്പു സുൽത്താൻ്റെ വാള് മറ്റുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ ഒന്നുകൂടി ഹീത്രോ എയർപോർട്ട് ലോകത്തെ ഏറ്റവും ട്രാഫിക് ഉള്ള എയർപോർട്ടിൽ ഒന്നാണ്. Every 2 minutes. One plane is coming. Every 2 minutes one plane. ഈ ഫ്ലാഗ് ഉള്ള സമയത്താണ് ഈ ഫ്ലാഗ് ഇവിടെ കറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗാണ് ഇവിടെ ഉണ്ടാകുക. രാജ്യമുള്ള ഫ്ലാഗ് ഈ പാലസിൻ്റെ രാജ്ഞി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഫ്ലാഗ് പ്രത്യേകതയാണല്ലേ ടിപ്പു സുൽത്താൻ്റെ അന്ന് യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ കീഴടക്കിയിട്ട് കിട്ടിയ വാള്, രത്നങ്ങൾ, ഹെൽമെറ്റ്, അതായത് രാജകിരീടം, അങ്ങനെയുള്ള എല്ലാ സാധനവും പോലെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പോലെ ഡൈനിങ് ഹാളിൻ്റെ അടുത്താണ്. ഡൈനിങ് ഹാള് മെയിൻ സ്ഥലത്ത് പോലെ വളരെ പ്രൗഢിയോടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓരോ യുദ്ധത്തിൽ ജയിച്ചതിനും ഓരോ സംഭവങ്ങൾ കൊടുത്ത് ടിപ്പു സുൽത്താൻ്റെ ഈ വാളും കാര്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. വളരെ പ്രാധാന്യത്തിൽ. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ മതഭ്രാന്തിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു തെളിവാണത്. കാരണം അവർ കൊടുക്കുന്നൊരു വില, കാരണം അവർ കണ്ടതിൽ വെച്ച് ആൺകുട്ടികളിൽ വെച്ച് നല്ലൊരു ആൺകുട്ടി നേരിട്ട് മുട്ടിയതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു രാജാവ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഡൈനിങ് ഹാളാണ്, അയാളുടെ ആയുധങ്ങളും അയാളുടെ ഡ്രസ്സുകളും സുൽത്താൻ്റെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവർ കൊടുത്തൊരു വാല്യൂ നോക്കുമ്പോൾ ആരായിരുന്നു അവർക്ക് ശരിക്ക് ടിപ്പു എന്നുള്ള ഒരു വ്യൂരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് അടുത്ത പ്ലെയിൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ സംഖ്യ പ്ലെയിൻ ഇത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ അവിടെ ആരെ താന്ന് വരുന്നു. ചെറിയ ഒരെണ്ണം വാങ്ങിച്ചേ വളരെ ഭയങ്കര ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇങ്ങനെ ഒരു സംഭവമായിട്ട് എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളെ ചരിത്രത്തിൽ നമ്മൾ കേട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പുതുതാൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. ഒരു ഇന്ത്യൻ രാജാവിൻ്റെ
അവരെ പാലസിൽ ഈ പാലസിൽ സൂക്ഷിച്ചിട്ടുള്ളിൽ ഇന്ത്യയിലെ ഒരു രാജാവിൻ്റെ ടിപ്പു സുൽത്താൻ്റെ മാത്രമാണ് സൂക്ഷിച്ചു. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു രാജ്ഞിയുണ്ട്, ബീഗം, എന്തൊരു ബീഗം ഉണ്ട്. ആ ബീഗം